ഈ ഒരു കാണുന്ന ആ ഒരു ബ്രിക്കിലെ സ്ട്രക്ചർ ഏതാണ്? ഓക്കെ, ഈ ഒരു ഭാഗം ഞാൻ റെഡ് കളർ വരയ്ക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് 3 ഫേസ് കാണാം. ഇതിനകത്ത് ഏത് ഫേസ് ആണ് സ്ട്രക്ചർ? റെഡ് ഫേസ് വരച്ചതാണോ യെല്ലോ ഫേസിൽ വരച്ചാണോ? ഏതായിരിക്കും? ഓക്കെ, റെഡ്. എല്ലാവർക്കും മനസ്സിലായി. ഈ കാണുന്നു ആ സ്ട്രക്ചർ ബോണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ആ കാണുന്ന ആ ഒരു ഫേസിനെ നമ്മൾ ഫേസിംഗ് സൈഡ് എന്ന് പറയും. ആ ഫേസിംഗ് സൈഡിൽ കംപ്ലീറ്റ് ആയിട്ട് സ്ട്രക്ചർ ആണ് കാണുന്നതെങ്കിൽ അത്തരം ബോണ്ടറിയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്ട്രക്ചർ ബോണ്ട് എന്ന് പറയുന്നത്. ജസ്റ്റ് ഇവിടെ നോക്കിക്കേ, നമ്മളിപ്പോ കാണുന്ന ആ ഒരു സൈഡാണ് ഇവിടെ ആദ്യം വരച്ചേക്കുന്നത്. ഓക്കെ, ഇത് എലവേഷൻ. ഓക്കെ, എലവേഷൻ ഞാൻ ഈ എന്ന് ഡിനോട്ട് ചെയ്തു. ഇത് പ്ലാൻ എന്ന് പറയുമ്പോൾ എന്താണ്? ടോപ്പ് വ്യൂ അല്ലെ? എലവേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഫ്രണ്ട് വ്യൂ. അപ്പൊ നമ്മൾ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോഴത്തേക്കും ആ എലവേഷനിൽ കംപ്ലീറ്റ് ആയിട്ട് ഒരു ബ്രിക്കിന്റെ സ്ട്രക്ചേഴ്സ് ആണ് കാണുന്നതെങ്കിൽ നമുക്ക് കാണാം ഇത് സ്ട്രക്ചർ ആണ്, ഇത് സ്ട്രക്ചർ ആണ്. എല്ലാ ലെയറിലും സ്ട്രക്ചേഴ്സ് ആണ് നമ്മൾ കാണുന്നതെങ്കിൽ ഓക്കെ, നെറ്റിന്റെ പ്രശ്നമായിരിക്കും. കാണുന്ന എല്ലാ ഫേസിലും സ്ട്രക്ചേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അത്തരം ബോണ്ടിനാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്ട്രക്ചർ ബോണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഓൾ ബ്രിക്സ് ആർ ലേഡ് ആസ് സ്ട്രക്ചേഴ്സ് ഓൺ ദ ഫേസസ്. അതായത് ഫേസിംഗ് സൈഡിൽ സ്ട്രക്ചേഴ്സ് ആയിരിക്കും കാണും. സ്യൂട്ടബിൾ ഫോർ ഹാഫ് ബ്രിക്ക് തിക് വാൾ ഓൺലി. അതായത് ജസ്റ്റ് നോക്കുക, നമ്മൾ ഈ രീതിയിലാണ് ബ്രിക്ക് ലേ ചെയ്യുന്നതെങ്കിൽ ആ ബ്രിക്കിന്റെ തിക്നെസ് എത്രയായിരിക്കും? ഒരു ബ്രിക്കിന്റെ സ്ട്രക്ചർ ആണ് ഈ ഫേസിംഗ് സൈഡിൽ വരുന്നത്. സ്ട്രക്ചർ അല്ലേ? ഇതാണ് സ്ട്രക്ചർ അല്ലെ? അപ്പൊ ആ ബ്രിക്കിന്റെ തിക്നെസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? മൊത്തത്തിലുള്ള ഒരു ബ്രിക്കിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 20 ആണ്. അതിന്റെ പകുതി അല്ലേ ഉണ്ടാവുള്ളൂ. ഒരു ബ്രിക്കിന്റെ വീതി ആയിരിക്കും ഇവിടെ ഉണ്ടാവുന്ന വാൾ തിക്നെസ്. അപ്പൊ നമ്മൾ പറയുന്നത് ഹാഫ് ബ്രിക്ക് തിക് വാൾ എന്നാണ്. ഓക്കെ, അതായത് ഇതിന്റെ തിക്നെസ് എന്ന് പറയുന്നത് എത്ര സെന്റിമീറ്റർ ആയിരിക്കും? 10 അല്ലെ? ഓക്കെ, ഇപ്പൊ റെഡി അല്ലേ? കേൾക്കുന്നുണ്ടോ? അതിന്റെ തിക്നെസ് എന്ന് പറയുന്നത് 10 സെന്റിമീറ്റർ ആണെങ്കിൽ അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹാഫ് ബ്രിക്ക് തിക് വാൾ എന്ന് പറയുന്നത്. പിന്നെ മെയിൻലി ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടായിരിക്കും? പാർട്ടീഷൻസ് വാളിനൊക്കെ. നമുക്കിപ്പം അങ്ങനെ ലോഡ് ഒന്നും വരുന്നില്ല, ഒരുപാട് ലോഡൊന്നും വരുന്നില്ല. ജസ്റ്റ് നമുക്കൊരു പാർട്ടീഷന് വേണ്ടി കൊടുക്കുന്ന തരത്തിലുള്ള മാത്രമാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? സ്ട്രക്ചർ ബോണ്ട് കൊടുക്കുന്നത്. അപ്പം സ്ട്രക്ചർ ബോണ്ടിന്റെ ഡെഫിനേഷൻ മനസ്സിലാക്കുക, അതിന്റെ തിക്നെസ് എത്രയായിരിക്കും എന്ന് മനസ്സിലാക്കുക, അത് എവിടെയാണ് ഉപയോഗിക്കുന്നത് കൂടെ മനസ്സിലാക്കുക. ഈ 3 പോയിന്റ് റെഡി അല്ലേ? ഓക്കെ, നെക്സ്റ്റ് വൺ എന്താണ് അടുത്തത്? ഹെഡർ ബോണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞായിരുന്നു സ്ട്രക്ചർ ബോണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ കാണുന്ന ആ ഒരു കാഴ്ചപ്പുറത്ത് മൊത്തം സ്ട്രക്ചേഴ്സ് ആണ് ഉള്ളത്. ഇനി അടുത്തത് നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ കാണുന്ന ഭാഗത്ത് ഹെഡേഴ്സ് ആണ് ഇരിക്കുന്നതെങ്കിൽ നമ്മൾ ഇവിടെ നിന്നാണ് കാണുന്നത്. ഫ്രണ്ട് വ്യൂ വരുന്നത് എവിടെ നിന്നായിരിക്കും? ഓക്കെ, നമ്മൾ ഇവിടെ നിന്നാണ് ഫ്രണ്ട് വ്യൂ വരിക. കാണിച്ചുതരാം, കണ്ടോ? ഈ ഒരു വ്യൂവിൽ നിന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഇവിടെ ഒരു ബ്രിക്കിന്റെ ഹെഡർ, ഇവിടെ ഹെഡർ, ഇവിടെ ഹെഡർ. അപ്പം എലിവേഷൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? മൊത്തം ഒരു ലെയറിന്റെ എല്ലാ ഹെഡേഴ്സ് ആണ് നമ്മൾ കാണുമെങ്കിൽ അത്തരം ബ്രിക്കിനെയാണ് അല്ലെങ്കിൽ അത്തരം ബോണ്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹെഡർ ബോണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് അതിന്റെ വായിച്ചു നോക്കാം. ഓൾ ബ്രിക്സ് ആർ ലേഡ് ആസ് ഹെഡേഴ്സ് ഓൺ ദി ഫേസിംഗ് സൈഡ്. ഫേസിംഗ് സൈഡിൽ എല്ലാ ബ്രിക്കിന്റെയും ഹെഡർ ആയിരിക്കും കാണാം. ഓവർലാപ്പ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഇത്രയുള്ളൂ. ഞാൻ പറഞ്ഞായിരുന്നു രണ്ട് ലെയേഴ്സിലെ വെർട്ടിക്കൽ ജോയിന്റ്സ് ഒരിക്കലും ഒരേപോലെ വരാൻ പാടില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താ സംഭവം? ആ ഭാഗം വീക്ക് ആയി പോകും. അപ്പൊ അങ്ങനെ കണ്ടിന്യൂസ് വെർട്ടിക്കൽ ജോയിന്റ് ഒഴിവാക്കാനായിട്ട് ഇവിടെ ഒരു അറേഞ്ച്മെന്റ് ചെയ്യുന്നുണ്ട്. നോക്കുക, ഇവിടെ ഫസ്റ്റ് ലെയറിന്റെ എല്ലാ ഹെഡേഴ്സും നമ്മൾ ഇട്ടു, കണ്ടോ? എല്ലാ ഹെഡേഴ്സും ഇട്ടു. അപ്പൊ സെക്കൻഡ് ലെയറിന്റെ ഹെഡേഴ്സ് ഇതിന്റെ മേലെ വന്നാൽ എന്ത് സംഭവിക്കും? ഈ രണ്ട് ലെയറിന്റെ വെർട്ടിക്കൽ ജോയിന്റ് ഒരേപോലെ വരും. അപ്പം അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ഇവിടെ ഒരു 3x4 ബാറ്റ് ഉപയോഗിക്കും. 3x4 ബാറ്റ് എന്താണെന്ന് ഓർമ്മയുണ്ടല്ലോ അല്ലെ? 3x4 ബാറ്റ് ഉപയോഗിക്കും. ഈ 3x4 ബാറ്റ് ഉപയോഗിക്കും. പിന്നെ നോക്കിക്കേ, എങ്ങനെയായിരുന്നു വെർട്ടിക്കൽ ജോയിന്റ് ഒരേപോലെ വരുന്നുണ്ടോ? ആ കണ്ടിന്യൂസ് വെർട്ടിക്കൽ ജോയിന്റ് അവിടെ ബ്രേക്ക് ആയി. അപ്പൊ നമ്മൾ ഇങ്ങനെ ഈ കണ്ടിന്യൂസ് വെർട്ടിക്കൽ ജോയിന്റ് ഒഴിവാക്കാനായിട്ട് ഹെഡ് ബോണ്ടിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു 3x4 ബാറ്റ് ഉപയോഗിക്കും. ഓക്കെ, ഇതുണ്ടോ? ഇനി ആൾട്ടർനേറ്റ് ലെയർ, അടുത്ത ലെയറിൽ ഹെഡർ വെച്ച് പോയി. പിന്നെ ഓരോ ആൾട്ടർനേറ്റ് ആയിട്ട് ലെയേഴ്സ്, അതായത് ഇപ്പം 1, 2, 3, 4 അങ്ങനെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ 2 കഴിഞ്ഞാൽ നാലാമത്തെ ലെയറിന്റെ ആദ്യത്തെ ബ്രിക്ക്, അതിന് എന്താ പറയുന്നത്? കോർണർ സ്റ്റോണിന്റെ വേറൊരു പേര്, കോർണർ ബ്രിക്കിന്റെ കോയിൻ ബ്രിക്ക്. അതായത്
2, 4, 6, 8 ഇങ്ങനെ ആൾട്ടർനേറ്റീവ് ആയിട്ട് വരുന്ന ലേയേഴ്സിന്റെ കോയിൻ ബ്രിക്ക് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു 3/4 ബാറ്റ് ആക്കുന്നു. അതെന്തിനു വേണ്ടിയിട്ടാണ്? ആ വെർട്ടിക്കൽ ജോയിന്റ്സ് ഒഴിവാക്കാനായിട്ട്. ഇങ്ങനെ ചെയ്യുന്ന ഈ ബോണ്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹെഡർ ബോണ്ട് എന്ന് പറയുന്നത്. നോട്ട് സൂട്ടബിൾ ഫോർ ലോഡ് ബെയറിംഗ് വാൾസ്, സൂട്ടബിൾ ഫോർ കേർഡ് വാൾസ്. അതായത് ഒരുപാട് ലോഡ് എടുക്കും, കാരണം ഇത് സ്പെക്ട് ചെയ്ത് പോകാനുള്ള ഒരു ചാൻസ് ഉള്ളതുകൊണ്ട് നമ്മൾ ഒരുപാട് ലോഡുള്ള വാൾസിന് അല്ലെങ്കിൽ ലോഡ് ബെയറിംഗ് ആയിട്ടുള്ള വാൾസിന് നമ്മൾ ഇത് ഉപയോഗിക്കുന്നില്ല. ഇതിന്റെ തിക്നെസ് എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? ഈ വാളിന്റെ തിക്നെസ് എന്ന് പറയുന്നത് 1 ബ്രിക്ക് തിക്ക് ആയിരിക്കും അല്ലെ, 20 സെന്റിമീറ്റർ ആണ് ഇതിന്റെ തിക്നെസ്. അത് നമ്മൾ കൂടുതൽ എവിടെ കൊടുക്കുന്നത് വെച്ചാൽ ഇങ്ങനെ കെർവ് ചെയ്ത് ഭിത്തിക്ക് ഒരു ചെറിയ വളമൊക്കെ കൊടുക്കേണ്ട സമയത്ത് നമ്മളവിടെ സ്ട്രെച്ചേഴ്സ് കൊടുക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ആ ഒരു കെർവ് അത്ര സ്മൂത്ത് ആയി കിട്ടില്ല. അപ്പം അത്തരം കെർവ്ഡ് വാൾസിന്റെ ഒക്കെ കേസിലാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ഈ ഒരു ഹെഡർ ബോണ്ട് കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത്. ഓക്കെ, ഞാൻ പറയുന്നതിൽ ഏതെങ്കിലും ഭാഗം മനസ്സിലാവാണ്ട് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കണം. ഇനി നമ്മൾ ഇതേപോലെ സ്ട്രെച്ചർ ബോണ്ട് നോക്കിക്കേ. സ്ട്രെച്ചർ ബോണ്ടിലെ ആദ്യത്തെ ലെയർ സ്ട്രെച്ചർ വെച്ച് പോയി. രണ്ടാമത്തെ ലെയറിലെത്തിയപ്പോഴത്തേക്കും ആദ്യം നമ്മളൊരു ഹെഡർ ആണ് കാണുക. അതായത് ഈ കാണുന്ന ഈ ലെയർ കഴിഞ്ഞ അടുത്ത ലെയറിന്റെ ഹെഡർ എന്ത് ചെയ്യും? നമ്മൾ ഇങ്ങോട്ട് കയറ്റി കൊടുക്കും. അപ്പൊ എന്താവും? ഈ ഹെഡർ ഇവിടെ വരെയായിരിക്കും എത്തുക അല്ലെ. അപ്പം ഇനി ഇതിന്റെ മേലേക്ക് ലെയർ വെച്ച് കഴിയുമ്പോൾ എന്താ സംഭവിക്കുക? അതായത് താഴത്തെ ലെയർ ഇങ്ങനെ വെച്ച് പോയി, അതിന് മേലത്തെ ലെയറിന്റെ ആദ്യത്തെ ബുക്ക് ഇങ്ങനെ വെക്കും. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അതിന്റെ സൈഡിലേക്ക് സ്ട്രക്ചർ വെച്ച് കഴിയുമ്പോൾ ഈ രീതിയിലല്ല വരിക. ഇതൊരു ഹെഡർ ആണ്, ഹെഡർ. ഓക്കെ, അത് കഴിഞ്ഞ് സ്ട്രക്ചർ വെക്കുന്നു, ഹെഡർ വെക്കുന്നു, അല്ല സ്ട്രക്ചർ വെക്കുന്നു. അപ്പം എന്താണ്? അവിടെയും വെർട്ടിക്കൽ ജോയിന്റ്സ് ഒഴിവായി. അപ്പം ഈ രീതിയിൽ സ്ട്രക്ചർ ബോണ്ട് സമയത്ത് അടുത്ത ലെയറിലെ ബ്രിക്ക് നമ്മൾ ഇങ്ങോട്ട് കുറച്ച് കയറ്റി കൊടുക്കും. അതുവഴി എന്താവുന്ന ആ വെർട്ടിക്കൽ ജോയിന്റ് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. അപ്പം ആ വെർട്ടിക്കൽ ജോയിന്റ് ഒഴിവാക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലാക്കുക, എങ്ങനെയാണ് അത് ഒഴിവാകുന്നത് കൂടെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്തത് ഓക്കെ അല്ലേ? അടുത്തത് നമുക്ക് നോക്കാനുള്ളത് എന്താണ്? ഇംഗ്ലീഷ് ബോണ്ട്. പേര് വളരെ സിമ്പിൾ ആണ്, ഇംഗ്ലീഷ് അല്ലെ. ഇംഗ്ലീഷ് ബോണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ഒന്ന് ഓർത്തോളാം, ഇതാണ് ഏറ്റവും സ്ട്രോങ്സ്റ്റ് ആയിട്ടുള്ള ബോണ്ട്. വിച്ച് ഇസ് ദി സ്ട്രോങ്സ്റ്റ് ബോണ്ട് എന്ന് പറഞ്ഞ് ചോദിക്കുകയാണെങ്കിൽ ഓർത്തോളാം, ഇറ്റ് ഇസ് ദി സ്ട്രോങ്സ്റ്റ് ബോണ്ട്. ഏത്? ഇംഗ്ലീഷ് ബോണ്ട്. അപ്പം ഇതിനകത്ത് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ലെയർ ഹെഡർ ഉപയോഗിക്കുന്നു, ഒരു ലെയർ സ്ട്രെച്ചർ ഉപയോഗിക്കുന്നു. ശ്രദ്ധിച്ചോ? ആദ്യത്തെ ലെയറിൽ നമ്മൾ സ്ട്രെച്ചർ വെച്ച് പോയി. അപ്പം ഒരു കോഴ്സ് മൊത്തം സ്ട്രെച്ചർ ബോണ്ട്, അടുത്ത കോഴ്സ് മൊത്തം എന്താണ്? ഹെഡർ ബോണ്ട്. അടുത്ത കോഴ്സ് സ്ട്രെച്ചർ ബോണ്ട്, അടുത്ത കോഴ്സ് ഹെഡർ ബോണ്ട്. അങ്ങനെ ആൾട്ടർനേറ്റീവ് കോഴ്സസ് ഓഫ് ഹെഡേഴ്സ് ആൻഡ് സ്ട്രെച്ചേഴ്സ് ആണ് എന്ത്? ഇംഗ്ലീഷ് ബോണ്ട്. ഓർക്കാലോ അല്ലെ? മോസ്റ്റ് കോമൺലി യൂസ്ഡ് ബോണ്ട് ഫോർ ഓൾ വാൾ തിക്നെസ്. ഇതാണ് ഏറ്റവും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നതും പിന്നെ ഇതാണ് ഏറ്റവും സ്ട്രോങ്സ്റ്റ് ആയിട്ടുള്ള ബോണ്ട്. അപ്പം ഇവിടെ ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മളിവിടെ നമ്മളിവിടെ ഒരു ഹെഡർ ഉപയോഗിച്ച് അടുത്ത ഹെഡർ ആണ് ഉപയോഗിക്കുന്നതിൽ എന്ത് സംഭവിക്കും? ഇവിടെ ആയിരിക്കും ആ വരിക അല്ലെ. അതായത് മൊത്തത്തിലുള്ള സ്ട്രക്ചറിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 20. ആദ്യം നമ്മളൊരു ഹെഡർ വെച്ചു കോയിൻ ബ്രിക്ക് ആയിട്ട്, അതിനുശേഷം പിന്നെ നമ്മൾ ഹെഡർ വെച്ചാൽ ഇവിടം വരെ എത്തിപ്പോകില്ല. അപ്പം അത് ഒഴിവാവാനായിട്ട് നമ്മളിവിടെ കോയിൻ ബ്രിക്കിന് ശേഷം, കോയിൻ ഹെഡറിന് ശേഷം നമ്മളിവിടെ ഒരു ഹാഫ്, അതായത് തിക്നെസ് പകുതിയാവുന്ന ഒരു വാൾ വെക്കും, ഒരു ബ്രിക്ക് വെക്കും. ഏത് ബ്രിക്കാന്ന് ഓർത്തോളാം, ഇറ്റ് ഈസ് ക്യൂൻ ക്ലോസർ. മനസ്സിലായോ? നമ്മൾ ആ കണ്ടിന്യൂറ്റി ഒഴിവാവാനായിട്ട് നമ്മൾ ഇവിടെ എന്ത് കൊടുക്കുന്നുണ്ട്? ഒരു ക്യൂൻ ക്ലോസർ കൊടുക്കും. കണ്ടോ? അപ്പൊ നമ്മൾ ആദ്യത്തെ സ്ട്രക്ചർ കോഴ്സ് അതിനുശേഷമുള്ള ഹെഡർ കോഴ്സിന്റെ കോയിൻ ഹെഡറിന് ശേഷം വെക്കുന്ന ബ്രിക്ക് ഏതാണ് എന്നൊന്ന് ഓർക്കുക. ഏതായിരിക്കും? ക്യൂൻ ക്ലോസർ ആയിരിക്കും. അപ്പൊ ഇതിൽ പറയുന്നുണ്ട് ക്യൂൻ ക്ലോസർ ഈസ് പുട്ട് നെക്സ്റ്റ് ടു ദി ക്യൂൻ ഹെഡർ. ക്യൂൻ ഹെഡറിന് ശേഷം ക്യൂൻ ക്ലോസർ ആണ് വെക്കുന്നത് ടു ഡെവലപ്പ് ഫേസ് ലാപ്പ്. ഫേസ് ലാപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് ആ ഒരു ലാപ്പിംഗ് ലെങ്ത് കിട്ടാൻ വേണ്ടിയിട്ട്. ഈച്ച് ആൾട്ടർനേറ്റീവ് ഹെഡേഴ്സ് സെൻട്രലി സപ്പോർട്ടഡ് ഓവർ ദി സ്ട്രക്ചർ. ഒന്ന് നോക്കിക്കേ, ഓരോ ആൾട്ടർനേറ്റീവ് ആയിട്ട് വരുന്ന ഹെഡറും ഒരു സ്ട്രക്ചറിന്റെ നടുക്കായിട്ടായിരിക്കും വരുന്നത്. ഇനി നോക്കിക്കേ, ഈ ഹെഡറിന് ശേഷം അടുത്ത ഹെഡർ ആ സ്ട്രക്ചറിന്റെ നടുക്കായിട്ട്, ഈ ഹെഡറിന് ശേഷം അടുത്ത ഹെഡർ അതും എന്താണ്? ഒരു സ്ട്രക്ചറിന്റെ നടുക്കായിട്ട്. അങ്ങനെയാണ് ഇത് ഏറ്റവും സ്ട്രോങ് അല്ലെങ്കിൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഏറ്റവും മാക്സിമം ആയിരിക്കും ഇത്തരം ഒരു ബോണ്ടിൽ വരുന്നത്. മനസ്സിലായോ? ഓക്കെ, പറഞ്ഞേ, റെഡിയാണേ പറഞ്ഞേ. ഓക്കെ, ഇംഗ്ലീഷ് ബോണ്ട് പറഞ്ഞ സ്ഥിതിക്ക് നമുക്കിനി അടുത്തതായിട്ട് ഇംഗ്ലീഷ് ബോണ്ട് മനസ്സിലായല്ലോ അല്ലെ. അപ്പൊ നമുക്ക് ഇംഗ്ലീഷ് ബോണ്ടിൽ നിന്ന് നിങ്ങൾക്ക് വരിക, ഇപ്പൊ മുസാർ പഠിപ്പിച്ചു തന്നിട്ടുണ്ടാവും, നമുക്ക് ഓരോ ബോണ്ടും
അതിന്റെ അറേഞ്ച്മെന്റ് കാര്യങ്ങളൊക്കെ മൂസാർ ക്ലാസ്സിൽ എടുത്തിട്ടുണ്ട്. എന്നാലും ജസ്റ്റ് ഞാൻ അതും കൂടെ കാണിച്ചു തരാം. സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. നിങ്ങൾക്ക് 2 പ്രാവശ്യം കേട്ടു എന്ന് വിചാരിച്ച് നഷ്ടമൊന്നുമില്ല. മനസ്സിലാവുന്ന രീതിയിൽ നിങ്ങൾ എടുക്കണം. ഓക്കെ, നമ്മളിപ്പം ഈ ആദ്യം വരച്ചിരിക്കുന്ന അതിന്റെ എലിവേഷൻ. എലിവേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഫ്രണ്ട് വ്യൂ. നമ്മൾ മുന്നിൽ നിന്ന് നോക്കുന്നത്. ഞാൻ പറയുമ്പോൾ ആ പറയുന്നത് മാത്രം നോക്കുക, ബാക്കിയുള്ളത് നിങ്ങൾക്ക് പറഞ്ഞു തരും. ഇപ്പൊ ഞാൻ പറയാൻ നേരത്തെ നിങ്ങൾ ബാക്കിയുള്ളത് നോക്കാൻ പോയാൽ ഞാൻ പറയുന്നത് മനസ്സിലാവില്ല, അത് മനസ്സിലാവാണ്ടാവും. അപ്പൊ ജസ്റ്റ് ഞാനിപ്പം കാണിച്ചു തരാം. ഈ കാണുന്നത് ആദ്യത്തെ ഫിഗർ എന്ന് പറയുന്നത് എലിവേഷൻ. എലിവേഷൻ നമുക്ക് വരയ്ക്കാൻ പറ്റുമല്ലോ. ഇംഗ്ലീഷ് ബോണ്ട് എന്ന് പറയുന്നത് ഒരു ലെയർ മൊത്തം സ്ട്രക്ചേഴ്സ്, ഒരു ലെയർ മൊത്തം ഹെഡർ. അപ്പൊ ആദ്യത്തെ ലെയർ മൊത്തം സ്ട്രക്ചർ വരച്ചു. രണ്ടാമത്തെ ലെയർ നോക്കിക്കേ, ഒരു ഹെഡർ, ഒരു ക്യൂൺ ക്ലോസർ, പിന്നെ ബാക്കി മൊത്തം ഹെഡർ. അപ്പം ഹെഡറിന് ശേഷം ഒരു ക്യൂൺ ക്ലോസർ വെക്കുന്ന കാര്യം ഓർക്കുക. അപ്പൊ നമുക്ക് രണ്ടാമത്തെ ലെയർ കിട്ടി. മൂന്നാമത്തെ ലെയർ എന്താണ്? ആദ്യത്തെ ലെയർ തന്നെ, കണ്ടില്ലേ? നാലാമത്തെ ലെയർ എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ലെയറിന്റെ അതേ കോപ്പി. അപ്പം ആദ്യത്തെ 2 ലെയർ, ഈ 2 ലെയർ നിങ്ങൾക്ക് വരയ്ക്കാൻ നിങ്ങളിപ്പോ തന്നെ പഠിച്ചു. ഓക്കെ അല്ലേ? ഫസ്റ്റ് 2 ലെയേഴ്സ് വരയ്ക്കാൻ പറ്റി. അങ്ങനെ നമുക്ക് ഈ എലിവേഷൻ മൊത്തം നമുക്ക് വരയ്ക്കാൻ പറ്റി. എലിവേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ മുന്നിൽ നിന്നാണ് നോക്കുന്നതെന്ന് ഓർക്കുക. നമ്മൾ ആ ഭിത്തി കാണുന്ന ആ ഒരു അവസ്ഥ. ഏറ്റവും താഴെ സ്ട്രക്ചർ, ഹെഡർ. ഓക്കെ, ഇനി നമ്മൾ ഇതിന്റെ പ്ലാൻ വരയ്ക്കാൻ പോവുകയാണ്. ഈ പ്ലാൻ വരയ്ക്കാൻ നേരത്തെ നമ്മൾ നോക്കുന്നത് ഏതാണ്? ടോപ്പ് വ്യൂ ആണ്. മേലെ നിന്നാണ് ഇത് നോക്കുന്നത്. അപ്പൊ ഇപ്പൊ ഞാൻ ആദ്യത്തെ ഇത് കാണിച്ചു തരാം. ഇത് നമ്മൾ മേലെ നോക്കുവാണെങ്കിൽ ഒരു ഹെഡറിന്റെ ഫുൾ ലെങ്ത് ഇങ്ങനെയാണ്. ഒരു ക്യൂൺ ക്ലോസർ, ഹെഡർ, 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 ഇങ്ങനെ ആയിരിക്കില്ലേ? ഒരു ഭിത്തിയുടെ കനം എന്ന് പറയുന്നത് 1 ബ്രിക്ക് തിക്ക് വാളാണ് ഈ കാണിച്ചേക്കുന്നത്. 1 ബ്രിക്ക് തിക്ക് എന്ന് പറയുമ്പോഴത്തേക്കും അതിന്റെ കനം അല്ലെങ്കിൽ അതിന്റെ വിഡ്ത് എന്ന് പറയുന്നത് 20 സെന്റിമീറ്റർ ആണെന്നും കൂടെ നിങ്ങൾ ഇപ്പൊ പഠിക്കണം. ഇപ്പൊ നമ്മൾ ഇംഗ്ലീഷ് ബോണ്ട് ഉപയോഗിച്ച് 1 ബ്രിക്ക് തിക്ക് വാളാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ അതിന്റെ തിക്നെസ് എന്ന് പറയുന്നത് 20 സെന്റിമീറ്റർ ആയിരിക്കും. അപ്പൊ ഞാനിവിടെ ആദ്യത്തെ ലെയർ വരയ്ക്കാൻ പോവുകയാണ്. ആദ്യത്തെ ലെയറിന്റെ പ്ലാൻ എന്ന് പറയുമ്പോൾ നമ്മൾ മേലെ നിന്നാണ് നോക്കുന്നത്. അപ്പൊ ഒരു ബ്രിക്കിന്റെ ഫ്രണ്ട് ആണ് നമ്മളിപ്പോ കണ്ടത്. അതിന്റെ മേലെ നോക്കുമ്പോഴത്തേക്കും ഫുൾ ഈ ലെങ്ത് അല്ലേ കാണാം. അപ്പൊ ഒന്നാമത്തെ ബ്രിക്കിന്റെ എന്താണ്? ഇതാണ് അതിന്റെ ടോപ്പ് വ്യൂ. അടുത്തത് അപ്പൊ നമ്മൾ ഫുൾ ഇങ്ങനെ കണ്ടേ വരച്ചു. അപ്പൊ നമ്മൾ ഒന്നാമത്തെ ഈ ലെയറിന്റെ ടോപ്പ് വ്യൂവിന്റെ ആദ്യത്തെ വശം വെച്ചല്ലോ, കണ്ടില്ലേ? സിമ്പിൾ ആയിട്ട് കണ്ടു. ഇനി ഇതിന്റെ രണ്ടാമത്തെ നമുക്ക് കനം എത്രയാണ്? 20 സെന്റിമീറ്റർ കിട്ടണം. ഇപ്പൊ നമുക്ക് 10 സെന്റിമീറ്റർ ആയിട്ടുള്ള ഒരു ബ്രിക്ക് വെച്ചപ്പോൾ അപ്പൊ 20 ആക്കണം. എന്ത് ചെയ്യണം? ഈ ഒരു ബ്രിക്ക് ഇങ്ങനെ വെച്ചാല് അതിന്റെ ബാക്കിലായിട്ട് ഒരു ലെയറും കൂടെ വെക്കണം, ഒരെണ്ണം കൂടെ വെക്കണം. ഇപ്പൊ എത്രയും കനം എന്ന് പറയുന്നത് 10 10 20. അങ്ങനെ എന്താണ്? ഒന്നാമത്തെ ബ്രിക്ക് നമ്മൾ വിട്ടിട്ട് രണ്ടാമത്തെ ബ്രിക്ക് തൊട്ട് അതിന്റെ ബാക്കിൽ നമ്മൾ ഒരു ബ്രിക്കും കൂടെ വെക്കും. ഓക്കെ, 1 2 3. അപ്പൊ നമ്മൾ ഈ ഭാഗത്തുനിന്ന് നോക്കുമ്പോഴത്തേക്ക് എന്താ കാണുന്നത്? എല്ലാത്തിന്റെയും സ്ട്രക്ചേഴ്സ് കണ്ടില്ലേ? എല്ലാ ബ്രിക്കിന്റെയും സ്ട്രക്ചേഴ്സ്. ഇനി ഒന്ന് ആലോചിച്ച് നോക്കുക. നമുക്ക് ഈ ഭാഗത്തുനിന്ന് കാണുന്നതെല്ലാം സ്ട്രക്ചേഴ്സ് ആണ്. ഒരിക്കലും നമുക്ക് ഈ ഭാഗത്ത് നോക്കുമ്പോൾ എല്ലാം ആ ലെയറിന്റെ സ്ട്രക്ചേഴ്സ് ആയിട്ട് കാണില്ല. കാരണം നമ്മൾ ഒന്നാമത്തെ ബ്രിക്ക് ഇങ്ങനെയാണ് വെച്ചത്. നമ്മൾ ഇവിടെ നോക്കിയ സ്ട്രക്ചറും ഇവിടെ നിന്ന് നോക്കുമ്പോൾ എന്താ കാണുക? ഹെഡർ അല്ലെ? അപ്പം ആ ലെയർ എന്ന് പറയുന്നത് ശരിക്കും ഈ രണ്ടാമത്തെ ലെയർ ആയിരിക്കും. ഒന്ന് നോക്കിക്കേ, രണ്ടാമത്തെ ലെയറിന്റെ ആദ്യത്തെ ബ്രിക്ക് എന്ന് പറയുന്നത് ഹെഡർ. രണ്ടാമത്തെ ബ്രിക്കിന്റെ രണ്ടാമത്തെ ലെയർ എന്ന് പറയുന്നത് എന്താണ്? ക്യൂൺ ക്ലോസർ. അതല്ലേ ഇത്? അതിന്റെ തിക്നെസ് എന്ന് പറയുന്നത് പകുതിയും വീതി പകുതിയും നീട്ടം ഫുള്ള് തന്നെ. അടുത്ത ബ്രിക്ക് എന്താണ്? ഹെഡർ. ഹെഡർ ഫുൾ ലെങ്ത്. ഫുൾ ലെങ്ത് എന്ന് പറയുമ്പോൾ എത്രയാണ്? 20 സെന്റിമീറ്റർ തന്നെ കിട്ടും. അപ്പൊ നമ്മൾ ഓർത്തുക, ഇംഗ്ലീഷ് ബോണ്ട് വളരെ സിമ്പിൾ ആണ്. 1 ബ്രിക്ക് തിക്ക് ആണ്. ആദ്യം നമ്മൾ ഒരു ബ്രിക്ക് വെക്കുന്നു, അതിന്റെ ബാക്കിലായിട്ട് ഒരു ബ്രിക്ക്. ഈ സൈഡിലേക്ക് ചെയ്യുമ്പോഴത്തേക്കും എന്താണ്? രണ്ടാമത്തെ ലെയർ നോക്കിയാൽ മതി. അതായത് ഹെഡർ, ക്യൂൺ ക്ലോസർ, ഹെഡർ, ഹെഡർ, ഹെഡർ. അപ്പൊ നമുക്ക് ഇത് വരയ്ക്കാൻ കിട്ടും. പഠിക്കണം, ഇത് വരാറുണ്ട്. ഞാൻ ഈ ക്ലാസ്സിൽ പറയുന്ന അത്രയെങ്കിലും നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കണം. ഇപ്പൊ നമ്മള് 1 ബ്രിക്ക് തിക്ക് വാളിന്റെ ഒന്നാമത്തെ ലെയറിനെ പറഞ്ഞു. അതായത് ഇപ്പൊ നമ്മൾ എഴുതുവാണെങ്കിൽ 1 2 3 4 5 6. അപ്പൊ നമുക്കിപ്പോ കിട്ടിയേക്കുന്നത് ഏതാണ്? 1 3 5. ഈ ലെയേഴ്സിന്റെ ഒക്കെ പ്ലാൻ നമ്മൾ വരച്ചു. ഇനി അതിന്റെ തൊട്ട് മേലത്തെ ലെയറിന്റെ പ്ലാനും കൂടെ വരയ്ക്കണം. അപ്പൊ ആ ലെയേഴ്സ് എന്ന് പറയുന്നത് 2 4 6. ഈ ലെയേഴ്സിന്റെ പ്ലാൻ വരയ്ക്കാനാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ ഇവിടെ നിന്ന് നോക്കിക്കേ, ഏറ്റവും ആദ്യം കാണുന്നത് ഹെഡർ, കണ്ടില്ലേ? ഇവിടെ നോക്കുമ്പോൾ ഹെഡർ. അടുത്തത് എന്താണ്? സ്ട്രക്ചർ, ക്യൂൺ ക്ലോസർ. കണ്ടോ? ഇവിടെ നോക്കുമ്പോൾ ക്യൂൺ ക്ലോസർ. ഹെഡർ 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 ഇങ്ങനെ ഇരിക്കുന്നു. എത്ര വരെ? ആ പറയുന്ന അത്രയും ലെങ്ത് വരെ. അപ്പൊ നമ്മൾ ഫ്രണ്ടിൽ നോക്കുമ്പോൾ ഹെഡർ കാണാനും മേലെ നോക്കുമ്പോഴത്തേക്ക് എങ്ങനെയായിരിക്കും ആ ബ്രിക്ക് ഇരിക്കുന്നത്? ഈ രീതിയിൽ അല്ലേ? അടുത്തത് ഇതിന്റെ ഈ സൈഡിൽ നോക്കിക്കേ, ഈ ഭാഗത്തിന്റെ ഹെഡർ കണ്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ സ്ട്രക്ചർ ആയിരിക്കും. അപ്പൊ എന്താണ്? സ്ട്രക്ചർ സ്ട്രക്ചർ സ്ട്രക്ചർ. അതായത് ഈ സാധനം തന്നെ
ഈ സാധനം തന്നെ നമ്മളൊന്ന് തിരിച്ചാണ് വെക്കുന്നത്. കണ്ടില്ലേ? ഇവിടെ നമ്മൾ ഹെഡർ, ക്യൂ ക്ലോസർ, ഹെഡർ ഹെഡർ ഹെഡർ, അത് ഇവിടെ വന്നു ഹെഡർ, ക്യൂ ക്ലോസർ, ഹെഡർ ഹെഡർ ഹെഡർ. അതുപോലെ തന്നെ ഇങ്ങോട്ട് എന്താണ് നോക്കിക്കേ, ഇവിടെ എന്ന് പറയുന്നത് ഈ ഭാഗം ഇങ്ങനെ നോക്കുന്ന ഒരവസ്ഥ അല്ലെ. നോക്കി ഇവിടെ സ്ട്രെച്ചർ 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 സ്ട്രെച്ചർ. അപ്പൊ നമുക്ക് ഇവിടുന്ന് നോക്കുന്നത് ഈ ഭാഗത്തും ഇവിടുന്ന് നോക്കുന്നത് ഈ ഭാഗത്തും വന്നു. അപ്പൊ നമ്മൾ ജസ്റ്റ് ഒന്നാമത്തെ ലെയറും രണ്ടാമത്തെ ലെയറും കൂടെ പഠിക്കുക. എങ്ങനെ വെക്കുന്നതെന്ന് ഒരെണ്ണം പഠിക്കുക. അത് തന്നെ തിരിച്ചു വെച്ചാൽ നമുക്ക് എന്തിലേക്ക് പറ്റും? ഇത് വരയ്ക്കാനും കിട്ടും. അപ്പൊ നമുക്ക് ഈ 2 ലെയർ വരയ്ക്കുന്നതിന് നിങ്ങൾക്ക് മിക്കവാറും 5 or 10 മാർക്ക് ഒക്കെ വെച്ചാൽ വരിക. നമ്മൾ പഠിക്കണം. സിമ്പിൾ ആണ്, ഓർക്കുക. ഓക്കെ ഓക്കെ അല്ലേ? ഇത് പഠിക്കണം. പഠിക്കാനുള്ള ട്രിക്കാണ് ഞാനിപ്പോ പറഞ്ഞു തന്നത്. നിങ്ങൾക്കിത് വരച്ച് തന്നെ നിങ്ങൾ പഠിച്ച് ശീലിക്കണം. അപ്പൊ ഇത് ഈ രീതിയിൽ മനസ്സിലാക്കി പഠിക്കണം. എളുപ്പമാണല്ലോ എന്ന് ഓർത്തിട്ട് പറഞ്ഞു തന്നേ ഉള്ളൂ. ഇല്ല, നിങ്ങൾ ഫിഗർ പഠിച്ചോളൂ, വരച്ച് കാണാപ്പാഠം പഠിക്കാം. അടുത്തത് നമുക്കിനി ഇതിന്റെ തിക്നെസ് എന്ന് പറയുന്നത് 1.5 ബ്രിക്ക് തിക്ക് വാൾ. ഒരു ഇംഗ്ലീഷ് ബോർഡില് 1.5 ബ്രിക്ക് വാളിന്റെ പ്ലാൻ വരയ്ക്കാൻ നിങ്ങളോട് പറയുവാണെങ്കിൽ എങ്ങനെയാ വരയ്ക്കേണ്ടതെന്ന് ഞാൻ വേഗം കാണിച്ചു തരാം. എലവേഷൻ നേരത്തെ വരച്ച പോലെ തന്നെ സെയിം എലവേഷനാണ്. കാരണം നമ്മൾ മുമ്പിൽ നോക്കുമ്പോഴത്തേക്കും ഇംഗ്ലീഷ് ബോണ്ടാണ്. അപ്പം ഒരു ലെയർ മൊത്തം സ്ട്രെച്ചേഴ്സ്, അടുത്ത ലെയറിലെ ഹെഡർ, ക്യൂ ക്ലോസർ, ഹെഡർ ഹെഡർ ഹെഡർ. അപ്പം ഇത് നമ്മൾ പഠിച്ചു, എലവേഷൻ പഠിച്ചു. ഇനി നമുക്ക് പഠിക്കാനുള്ള എന്താ? പ്ലാൻ വരയ്ക്കണം. പ്ലാൻ 1.5 അല്ലേ? അപ്പൊ നേരത്തെ പോലെ തന്നെ നമ്മൾ ആദ്യത്തെ ബ്രിക്ക് ഒന്ന് വരച്ചു. നേരത്തെ പോലെ നമ്മൾ ആദ്യത്തെ ബ്രിക്ക് വരച്ചു. കണ്ടോ? സ്ട്രെച്ചർ, അതായത് ഇവിടെ നോക്കുമ്പോൾ സ്ട്രെച്ചർ കാണുന്നു. അപ്പൊ നമ്മൾ അത് ഫുൾ ഇങ്ങനെ വരച്ചു. ഈ ലെയർ നമുക്ക് ആദ്യം വരയ്ക്കാൻ പറ്റും, ഇത്രയും ഭാഗം. ഇനി നമ്മൾ അതിനെ 1.5 ആണ്. ഇപ്പൊ നമുക്ക് ഇവിടെ ഹാഫ് ആയിട്ടുള്ളൂ. ഇനി 1 ബ്രിക്ക് കൂടെ കിട്ടണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ 1.5 വിട്ടിട്ട് 1.5 ബ്രിക്കിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ഹെഡർ ഇങ്ങനെ വെക്കുക. അതായത് ആദ്യം നമ്മൾ ഈ ബ്രിക്ക് വെച്ചു, അതിന്റെ ബാക്കിലായിട്ട് ഇങ്ങനെ ബ്രിക്കുകൾ വെച്ച് പോകുന്നു. അപ്പൊ നമുക്ക് ഇവിടെ എത്ര കിട്ടി തിക്നെസ്? 1.5 കിട്ടിയില്ലേ? 1.5 എന്ന് പറയുമ്പോൾ 1.5 ബ്രിക്ക് തിക്ക് വാൾ എന്ന് പറയുമ്പോഴത്തേക്കും 10ഉം 20ഉം മൊത്തം കിട്ടേണ്ടത് 30 സെന്റിമീറ്റർ വാളാണ്. 30 സെന്റിമീറ്റർ. ഒരു ബ്രിക്കിന്റെ ഫുൾ ലെങ്ത്തും അതിന്റെ പകുതി. അപ്പൊ 1.5 30. അപ്പൊ നമുക്ക് ഈ ഒരു ഭാഗം മനസ്സിലായല്ലോ. ഇത്രയും ഭാഗം നമ്മൾ പഠിച്ചു. ഇനി അടുത്തത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഇങ്ങോട്ട് വരയ്ക്കാനുള്ള. അപ്പൊ നിങ്ങൾ എപ്പോഴും നോക്കേണ്ടത് ഏതാണ്? രണ്ടാമത്തെ ലെയർ നോക്കാം. രണ്ടാമത്തെ ലെയർ നോക്കുമ്പോൾ എന്താണ്? ഏറ്റവും ആദ്യം ഹെഡർ, ക്യൂ ക്ലോസർ, ഹെഡർ ഹെഡർ ഹെഡർ. അപ്പൊ നമുക്ക് ഇത്രയും വരയ്ക്കാൻ സാധിച്ചു. ഇത്രയും വരയ്ക്കാൻ പറ്റും. ഇനി നമുക്കിപ്പം 1.5 ആണ്. ഇവിടെ നമുക്ക് ഒരു ബ്രിക്കിന്റെ തിക്ക് കിട്ടി, എന്നെ അരയും കൂടെ പറ്റൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇതിന്റെ ബാക്കിൽ, അതായത് ഇപ്പൊ നമ്മൾ ആദ്യം ഇങ്ങനെ വെച്ചു, അതിന്റെ ബാക്കിലായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇങ്ങനെ 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 വെച്ചു പോകണം. ഓക്കെ. അപ്പം ഏറ്റവും അവസാനം വരുന്ന ഈ ഒരു ഭാഗത്ത് ഒരു ക്യൂ ക്ലോസറിന്റെയും പകുതിയായിരിക്കും വെക്കേണ്ടതെന്നൊന്ന് ഓർക്കാം. ക്യൂ ക്ലോസറിന്റെയും പകുതി. അപ്പൊ ഇവിടെ ഒരു ക്യൂ ക്ലോസർ മൊത്തവും ഒരു ക്യൂ ക്ലോസറിന്റെ പകുതിയും വെച്ചാൽ എന്ത് സംഭവിക്കും? നമുക്ക് അവിടെ 1.5 എത്തി. അപ്പൊ ഇവിടെ ഹെഡർ ഹെഡർ, അതിനുശേഷം സ്ട്രെച്ചർ. അപ്പൊ നമുക്ക് ഇത് മൊത്തം ആയോ? ഇതും മൊത്തമായി. ഓക്കെ. ഇത്രയും വരച്ചാൽ മതി. ഈ വരയ്ക്കാൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇത് തന്നെ ഒന്ന് തിരിച്ചു വെക്കുന്നതാണ് ഇവിടെ കാണുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒന്ന് ആലോചിക്കാം. ജസ്റ്റ് നോക്കിക്കേ, ഹെഡർ 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 വെച്ചു, അതിന്റെ മേലെ ഒരു സ്ട്രക്ചർ കിടത്തി വെച്ചു. ഇനി ഈ ഭാഗത്തേക്ക് നോക്കുമ്പോൾ ഈ സൈഡ് കണ്ടില്ലേ? സ്ട്രക്ചർ സ്ട്രക്ചർ, അതിന്റെ ബാക്കിൽ ഹെഡർ വെച്ച് വെച്ചു. അപ്പം മിനിമം സാധനങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് ഇത് വരയ്ക്കാൻ പറ്റും. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കാണിച്ചതാണ്. ഈ ഫിഗർ പഠിക്കണം, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഓക്കെ. ഇനി അടുത്തത് ഇതിന്റെ 2 ബ്രിക്ക് തിക്ക് വാള്. ഓക്കെ. 2 ബ്രിക്ക് തിക്ക്, സിമ്പിൾ. 2 ബ്രിക്ക് എന്ന് പറയുമ്പോൾ 2 ലെങ്ത് കിട്ടണം അല്ലെ? അപ്പം ഇതേപോലെ തന്നെ നമുക്കൊന്ന് നോക്കാം. എലവേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്ട്രെച്ചർ സ്ട്രെച്ചർ, ഹെഡർ, ക്യൂ ക്ലോസർ, ഹെഡർ 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 പഠിച്ചു. ഇനി ഇവിടെ നിന്ന് നമ്മൾ ആദ്യം ഒരു ബ്രിക്ക് സ്ട്രെച്ചർ വെച്ചു. കണ്ടില്ലേ? സ്ട്രെച്ചർ വെച്ചു. ഇത് ടോപ്പ് വ്യൂ ആണ് കേട്ടോ. പ്ലാൻ എന്ന് പറയും. 3000 നിന്നാണ് നോക്കുന്നത്. അപ്പൊ നമ്മള് സൈഡിൽ നിന്ന് ഫ്രണ്ട്, ഇതാണ് ഫ്രണ്ട്. ഇതൊക്കെ മനസ്സിലാവുന്നില്ല അല്ലെ? ഇത് ഫ്രണ്ട് വ്യൂ, ഇത് ടോപ്പ് വ്യൂ. നമ്മൾ ഫ്രണ്ട് വ്യൂ എന്ന് പറയുമ്പോൾ മുമ്പിൽ നോക്കുന്നു, ടോപ്പ് വ്യൂ എന്ന് പറയുമ്പോൾ മേലെ നോക്കുന്നു. ഓക്കെ. നെറ്റ് കോളേജിലല്ലേ, കുറവാണ്. നോക്കുക. ഓക്കെ. പരമാവധി കേൾക്കാൻ ശ്രമിക്കുക. അത് ഇനി റെക്കോർഡ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ബാക്കി കൂടെ അത് പിന്നെയും പിന്നെയും കേട്ട് തന്നെ നിങ്ങൾ പഠിക്കണം കേട്ടോ. റെക്കോർഡ് ക്ലാസ് ഉണ്ടാവും, അതൊന്നും നിങ്ങൾ പിന്നെയും പിന്നെയും കേട്ടോളൂ. കേട്ട് വരച്ച് 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 തന്നെ റെഡി ആയിക്കോളും. ക്ലിയർ ആവുന്നേ ഇല്ല.
ഓക്കെ, നോക്കാം. ഇനി അടുത്തത് നമ്മൾ ഇത് വരയ്ക്കുമ്പോൾ ഓക്കെ നോക്കാട്ടോ. ഇനി അടുത്തത് നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ സ്ട്രക്ചർ വെച്ചു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ നമുക്ക് 2 ബ്രിക്ക് ആണ് കിട്ടേണ്ടത്. 2 ബ്രിക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടേണ്ട തിക്നെസ് എന്ന് പറയുന്നത് 40 സെന്റിമീറ്റർ. ഒരു ബ്രിക്ക് ഇങ്ങനെ കിട്ടുമ്പോഴത്തേക്ക് നമുക്ക് 10 സെന്റിമീറ്റർ കിട്ടി. ഇനി 30 കൂടെ കിട്ടണം. 30 കിട്ടണം എന്ത് ചെയ്യുന്നു, ഒരെണ്ണം ഫുൾ ലെങ്ത് വെക്കുന്നു. ഫുൾ ലെങ്ത് വെച്ചിട്ട് അതിന്റെ ബാക്കിൽ എന്ത് ചെയ്യുന്നു, നമ്മൾ പിന്നെയും ഒരു സ്ട്രക്ചർ കടത്തി വെക്കും. അപ്പൊ ഇത്രേ ഉള്ളൂ. ആദ്യം ഒരു ലെയർ വെച്ചു, 2 ബ്രിക്ക് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, 2 ഹെഡർ പ്ലേസ് ചെയ്യുന്നു. ഒരു ബ്രിക്കിൽ തന്നെ അതിന്റെ ബാക്കിൽ ഒരു സ്ട്രക്ചറും കൂടെ വെക്കുന്നു. അപ്പൊ തിക്നെസ് എന്ന് പറയുന്നത് എത്രയായി, 40 സെന്റിമീറ്റർ ആയി. ഇനി ഇപ്പുറത്തെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ രണ്ടാമത്തെ ലെയർ നോക്കിക്കേ, ഹെഡർ, ട്യൂൺ ക്ലോസർ, ഹെഡർ ഹെഡർ ഹെഡർ. അപ്പം ഇത് 2 ബ്രിക്ക് ആക്കണം, എന്ത് ചെയ്യണം, അതിന്റെ ബാക്കിൽ ഒരു ബ്രിക്കും കൂടെ വെച്ചാൽ മതി. വളരെ സിമ്പിൾ ആയിട്ട് തന്നെ പഠിക്കാം. അപ്പൊ ഞാൻ പറഞ്ഞ രീതിയിൽ പഠിച്ചാൽ മതി, വരയ്ക്കാൻ പഠിക്കണം. ഓക്കെ, അടുത്തത് ഓക്കെ നെക്സ്റ്റ് വൺ. ഇതിന്റെ കുറച്ച് കാര്യങ്ങളാണ്, ഇതിനെ കുറിച്ചുള്ള കുറച്ച് പോയിന്റ്സ് ആണ്. ഈ വാൾ തിക്നെസ് ഇസ് ആൻ ഈവൻ മൾട്ടിപ്പിൾ ഓഫ് ഹാഫ് ബ്രിക്ക്. ഹാഫ് ബ്രിക്കിന്റെ ഈവൻ മൾട്ടിപ്പിൾ ആയിട്ടായിരിക്കും ഇതിനകത്ത് എപ്പോഴും എന്ത്, വാളിന്റെ തിക്നെസ്. അതായത് ഈവൻ മൾട്ടിപ്പിൾ എന്ന് പറയുമ്പോഴത്തേക്കും 2 into ഹാഫ് ബ്രിക്ക്, അതായത് ഒന്നെങ്കിൽ 20 സെന്റിമീറ്റർ, 40 സെന്റിമീറ്റർ, അല്ലെങ്കിൽ 15 സെന്റിമീറ്റർ, ആ രീതിയിൽ ഈവൻ മൾട്ടിപ്പിൾ ഓഫ് എന്തായിരിക്കണം, വാൾ തിക്നെസ് എന്ന് പറയുന്നത് ഈവൻ മൾട്ടിപ്പിൾസ് ഓഫ് ഹാഫ് ബ്രിക്ക് തിക്കിന്റെ തിക്നെസിന്റെ ഈവൻ മൾട്ടിപ്പിൾസ് ആയിരിക്കും എന്ന് പറയാം. 2, 4, 6 ആ രീതിയിൽ. ദി സെയിം കോഴ്സ് വിൽ ഷോ ഹെഡേഴ്സ് ആൻഡ് സ്ട്രെച്ചേഴ്സ് ഇൻ ബോത്ത് ഫ്രണ്ട് ആൻഡ് ബാക്ക് എലിവേഷൻസ്. ഒരു സ്ട്രക്ചറിന്റെ ഒരു കോഴ്സിന്റെ തന്നെ ഫ്രണ്ടിലും ബാക്കിലും എന്ത് തന്നെയായിരിക്കും വരിക, ഒരേ കോഴ്സ് തന്നെ കാണിക്കും. അതായത് ഫ്രണ്ടിൽ നിന്ന് നോക്കിയാലും ബാക്കിൽ നിന്ന് നോക്കിയാലും ഒരു സ്ട്രക്ചർ കോഴ്സ് ആണെങ്കിൽ അതിന്റെ ബാക്കിലും എന്ത് തന്നെയായിരിക്കും, സ്ട്രക്ചർ കോഴ്സ് തന്നെയായിരിക്കും. ജസ്റ്റ് നോക്കി കാണിച്ചു തരാം, മനസ്സിലായോ? അതായത് ഇപ്പം ഇത് ഒരു ഈവൻ മൾട്ടിപ്പിൾ ആണ്, 4 into ഹാഫ് ബ്രിക്ക് ആണ് നമ്മളിവിടെ കൊടുത്തേക്കുന്നത് അല്ലെ. അപ്പം ഇതിന്റെ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ സ്ട്രക്ചർ, ഇവിടെ നിന്ന് നോക്കുമ്പോൾ എന്ത് തന്നെയാണ്, സ്ട്രക്ചർ തന്നെയാണ്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഹെഡർ, ഇവിടെ നിന്ന് നോക്കുമ്പോൾ എന്ത് തന്നെയാണ്, ഹെഡർ. അതുപോലെ തന്നെ ഇവിടെ നോക്കിയാൽ ഇവിടെ നോക്കുമ്പോൾ ഹെഡർ, ഇവിടെ നോക്കുമ്പോൾ ഹെഡർ. ആ രീതിയിൽ 2 ഫേസിൽ നിന്ന് നോക്കിയാലും ഒരേ കോഴ്സ് ആയിട്ട് തന്നെ കാണാൻ പറ്റും എന്നാണ് പറയുന്നത്. ഇനി നോ കണ്ടിന്യൂസ് വെർട്ടിക്കൽ ജോയിന്റ്. വെർട്ടിക്കൽ ജോയിന്റ് പരമാവധി കണ്ടിന്യൂസ് അല്ലാണ്ട് തന്നെ നിൽക്കും. നമ്പർ ഓഫ് മോർട്ടാർ ജോയിന്റ് ഇൻ ഹെഡർ കോഴ്സ് ഇസ് നിയർലി ഡബിൾ ദാൻ ഇൻ ദ സ്ട്രക്ചർ കോഴ്സ്. സ്ട്രക്ചർ കോഴ്സിലുള്ളതിന്റെ ഇരട്ടിയായിട്ട് ഹെഡർ കോഴ്സിൽ ബോൺസ് വരും. കാരണം നമ്മൾ കണ്ട ഒരു സ്ട്രക്ചർ കോഴ്സ് ചെയ്യുമ്പോഴത്തേക്ക് ഏതാണ്ട് 2 ഹെഡർ ബോണ്ട് ചെയ്യുന്നു വരുന്നില്ലേ. അപ്പം സ്ട്രക്ചർ കോഴ്സിന്റെ ഉണ്ടാകുന്നതിന്റെ ഏതാണ്ട് ഇരട്ടിയോളം എന്തിൽ വരുന്നുണ്ട്, ഹെഡർ കോഴ്സിൽ മോർട്ടാർ ജോയിന്റ്സ് വരുന്നുണ്ട്. ഹെഡർ കോഴ്സ് ഷുഡ് നെവർ സ്റ്റാർട്ട് വിത്ത് എ ക്യൂൻ ക്ലോസർ. നമ്മൾ പറഞ്ഞായിരുന്നു കോയിൻ ബ്രിക്കിന്റെ ഹെഡറിന് ശേഷമായിരിക്കും നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുന്നത്, ആ ക്യൂൻ ക്ലോസർ ഉപയോഗിക്കുന്നത്. അത് എന്തുകൊണ്ട് സൈഡിൽ കൊണ്ട് വെച്ചൂടാ, സൈഡിൽ കൊണ്ട് വെച്ച് കഴിയുമ്പോഴത്തേക്കും അവിടെ സ്റ്റെബിലിറ്റി നഷ്ടപ്പെടില്ല. ചെറിയൊരു കഷ്ണം കൊണ്ട് വെച്ചാൽ അത് വീണ് പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട് എന്ന് ഓർക്കും. ആ രീതിയിൽ സ്റ്റെബിലിറ്റി ഇൻക്രീസ് ചെയ്യാനാണ് ഒരു ഹെഡർ വെച്ചിട്ട് അതിനുശേഷം നമ്മൾ ക്യൂൻ ക്ലോസർ ഉപയോഗിക്കുന്നത്. സ്ട്രക്ചർ കോഴ്സ് ഹാസ് മിനിമം ലാപ്പ് ഓഫ് 1/4 ഓഫ് ഇറ്റ്സ് ലെങ്ത്. അതിന്റെ മിനിമം ലാപ്പ് അപ്പോൾ ആരും നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, ഹാഫ് ബ്രിക്കും അല്ല, അതിന്റെ ലെങ്ത്തിന്റെ 1/4 ആണ് അതിനകത്ത് കിട്ടുന്ന ആ ഒരു മിനിമം ലാപ്പ് എന്ന് പറയുന്നത്. ലാപ്പ് എന്ന് പറയുമ്പോൾ എന്താണ്, 2 വെർട്ടിക്കൽ ജോയിന്റ്സ് തമ്മിലുണ്ടാകുന്ന ആ ഒരു ഡിസ്റ്റൻസ് അല്ലേ. ഒരു കോഴ്സിന്റെ വെർട്ടിക്കൽ ജോയിന്റും അടുത്ത കോഴ്സിലെ വെർട്ടിക്കൽ ജോയിന്റും തമ്മിലുണ്ടാകുന്ന ആ ഒരു ഡിസ്റ്റൻസ്, അതിനെയാണ് നമ്മൾ ലാപ്പ് എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പം ഇതാണ് ഇംഗ്ലീഷ് ബോണ്ട്. ഇനി അടുത്തത് നമുക്ക് ഫ്ലെമിഷ് ബോണ്ട് കൂടെ നോക്കാം. ഫ്ലെമിഷ് ബോണ്ട് ഞാൻ വേഗം പറഞ്ഞുതരാം. ഫ്ലെമിഷ് ബോണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ലെയറിന്റെ ഒരു കോഴ്സ് തന്നെ ഹെഡറും വരുന്നുണ്ട്, സ്ട്രക്ചറും വരുന്നുണ്ട്. ഹെഡറും സ്ട്രക്ചറും അങ്ങനെ. അപ്പൊ ഇവിടെ ആദ്യം നോക്കിക്കേ, ഒരു സ്ട്രക്ചർ ഹെഡർ, സ്ട്രക്ചർ ഹെഡർ, സ്ട്രക്ചർ ഹെഡർ. ഈ രീതിയിൽ ഒരു കോഴ്സിൽ സ്ട്രക്ചറും ഹെഡറും ആൾട്ടർനേറ്റീവ് ആയിട്ട് വെക്കുന്നുണ്ടെങ്കിൽ അത്തരം ബോണ്ടിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇംഗ്ലീഷ് ബോണ്ട് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ലെയർ നോക്കുക, ഹെഡർ കഴിഞ്ഞ് നമ്മളൊരു ക്യൂൻ ക്ലോസർ വെക്കും വെച്ച പോലെ. അതിനുശേഷം നമ്മൾ മറ്റേടത്ത് ഹെഡർ തന്നെയായിരുന്നു ഉപയോഗിച്ചത്, ഇവിടെ നമ്മൾ സ്ട്രക്ചർ ഹെഡർ, സ്ട്രക്ചർ ഹെഡർ, സ്ട്രക്ചർ ഹെഡർ. മൂന്നാമത്തെ ലെയർ നോക്കിയാൽ താഴെ അതേ കോപ്പി. അപ്പൊ നമ്മൾ ഒന്നാമത്തെ ലെയർ വരച്ചാൽ അത് നോക്കി നമുക്ക് മൂന്നാമത്തെ ലെയർ വരയ്ക്കാം. സ്ട്രക്ചർ ഹെഡർ, സ്ട്രക്ചർ ഹെഡർ. രണ്ടാമത്തെ ലെയർ വരച്ചിട്ടുണ്ട്, അത് നോക്കി നമുക്ക് നാലാമത്തെ ലെയറും വരയ്ക്കാം. അപ്പൊ നമ്മൾ എലിവേഷൻ വരയ്ക്കാൻ പഠിച്ചു. എലിവേഷൻ എന്ന് പറയുമ്പോൾ ഫ്രണ്ടിൽ നിന്ന് നോക്കുന്ന വ്യൂ. ഈച്ച് കോഴ്സ് കൺസിസ്റ്റ് ഓഫ് ആൾട്ടർനേറ്റീവ് ഹെഡേഴ്സ് ആൻഡ് സ്ട്രക്ചേഴ്സ് ഇൻ ഈച്ച് കോഴ്സ്. ഇത് തന്നെ 2 ടൈപ്പ് ഉണ്ട്, സിംഗിൾ ഫ്ലെമിഷ് ബോണ്ടും ഡബിൾ ഫ്ലെമിഷ് ബോണ്ടും. ഓക്കെ, സിംഗിൾ ഫ്ലെമിഷ് ബോണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഉള്ളിൽ നിന്ന് നോക്കുമ്പോഴത്തേക്കും പുറത്തെ പോലെ ആയിരിക്കില്ല. അതായത് നമ്മൾ പുറത്ത് ഫ്ലെമിഷ് ബോണ്ട് ആയിട്ട് ചെയ്തിട്ടുണ്ട്, ഉള്ളിൽ നിന്ന് നോക്കുമ്പോഴത്തേക്കും അത് ചിലപ്പോൾ ഹെഡർ ബോണ്ട് ആയിട്ട് കാണാം.
അത്തരം ബോണ്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സിംഗിൾ ഫ്ലെമിഷ് ബോണ്ട്. അതായത് ബാക്കിൽ നോക്കുമ്പോഴത്തേക്കും ഫ്ലെമിഷ് ബോണ്ട് ആവില്ല, അത് ചിലപ്പോൾ ഹെഡർ ആവാം, സോറി സ്ട്രക്ചർ ബോണ്ട് ആവാം, അല്ലെങ്കിൽ ഇംഗ്ലീഷ് ബോണ്ട് ആവാം. ഡബിൾ ഫ്ലെമിഷ് ബോണ്ട് എന്ന് പറയുമ്പോൾ ഉള്ളിൽ നിന്ന് നോക്കിയാലും പുറമേ നിന്ന് നോക്കിയാലും എന്ത് തന്നെ വേണം? ഫ്ലെമിഷ് ബോണ്ട് ആണെങ്കിൽ അത്തരം ബോണ്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡബിൾ ഫ്ലെമിഷ് ബോണ്ട്. നേരത്തെ കേസിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ പുറത്ത് ഹെഡർ ആണ്, ഉള്ളിൽ നിന്ന് നോക്കിയാലും ഹെഡർ ആണെങ്കിൽ ഒരേ പോലത്തെ കോഴ്സ് തന്നെ. ഇംഗ്ലീഷ് ബോണ്ട് ഞാനിപ്പോൾ അത് കാണിച്ചു. അതുപോലെ പുറത്ത് ഫ്ലെമിഷും ഉള്ളിലും ഫ്ലെമിഷ് തന്നെയാണെങ്കിൽ അത്തരം ബോണ്ടിനെയാണ് നമ്മൾ ഡബിൾ ഫ്ലെമിഷ് ബോണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഇതിന്റെയും കോഴ്സാണ്. ഇതിപ്പോ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് വരച്ച് പഠിക്കേണ്ടതാണ്. ഇപ്പം ഞാൻ ആദ്യത്തേത് വേണമെന്ന് കാണിച്ചു തരാം. ബാക്കിയുള്ളതും ഫുൾ ഇതേ രീതി പറഞ്ഞു തരുന്നില്ല, നിങ്ങൾക്ക് സ്വന്തം ആലോചിച്ചാൽ കിട്ടേണ്ടതാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പഠിക്കാൻ പറ്റുന്നില്ലേ നിങ്ങൾക്ക് തന്നെ കോൺടാക്ട് ചെയ്യാം. അപ്പൊ ആദ്യത്തത് ഹെഡർ വെച്ചു, കണ്ടില്ലേ? ഈ ഹെഡർ വെച്ചു, ക്യൂം ക്ലോസർ വെച്ചു. പിന്നെ അടുത്തത് സ്ട്രക്ചർ വെച്ചു. നമുക്ക് ഇവിടെ വേണ്ടത് 1 ബ്രിക്ക് തിക്ക് വാൾ ആണ്. അപ്പം ഇവിടെ സ്ട്രക്ചർ വെച്ചാൽ ഒരു അരയും കൂടെ വെക്കാനല്ലേ ഉള്ളൂ. എന്താ സംഭവം? ഒരെണ്ണം വെച്ചു, അടുത്തത് വെച്ചു. അടുത്തത് ഹെഡർ, സ്ട്രക്ചർ. സിമ്പിൾ ആയിട്ട് കിട്ടിയില്ലേ? ഒരു സ്ട്രക്ചർ വെച്ചാൽ നമുക്ക് പിന്നെ 10 സെന്റിമീറ്ററും കൂടെ അല്ലേ ഉള്ളൂ. ഒരു ബ്രിക്ക് തിക്ക് എന്ന് പറയുന്നത് 20 സെന്റിമീറ്റർ. അപ്പൊ അത് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്നുകൂടെ വെക്കാൻ പറ്റും. ഓക്കെ, ഇത് മൊത്തം വെച്ച് കഴിയുമ്പോൾ തന്നെ 20 സെന്റിമീറ്റർ ഉണ്ട്. അപ്പൊ അതിനകത്ത് വേറെ വെക്കാനില്ല. അപ്പൊ നമുക്ക് ഹെഡർ, ക്യൂം ക്ലോസർ ഈ പ്ലാൻ നോക്കി തന്നെ നമുക്ക് ഇത് വരയ്ക്കാൻ പറ്റും. ബാക്കിയുള്ള ഭാഗത്ത് ഓരോ സ്ട്രക്ചർ വെച്ചാൽ മതി. അടുത്തത് ഈ സൈഡിലേക്ക് നോക്കാൻ ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ രണ്ടാമത്തെ ലെയർ നോക്കാം. ആദ്യം സ്ട്രക്ചർ വെച്ചു, പിന്നെ അടുത്തത് ഹെഡർ, പിന്നെ സ്ട്രക്ചർ, കഴിഞ്ഞു. ഇനി ഈ ബ്രിക്കിന്റെ അടുത്ത ലെയർ, അതായത് ഈ ലെയർ നമ്മൾ വരയ്ക്കുവാണെങ്കിൽ ആദ്യം സ്ട്രക്ചർ, ഈ വരച്ച അതേപോലെ തന്നെ, പിന്നെ ഹെഡർ, 2 സ്ട്രക്ചർ, ഹെഡർ, 2 സ്ട്രക്ചർ, ഹെഡർ. ഓക്കെ, ഇപ്പൊ സമയം തീരുന്നവരെ ഞാനിത് പറഞ്ഞുതരാം. ബാക്കി നമ്മൾ പിന്നെയും ഈ ഫിഗർ കണ്ട് വരച്ച് സ്വന്തം എത്തിക്കണം കേട്ടോ. ഇനി അടുത്തത് നമ്മൾ ഈ ലെയർ നോക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഒന്നാമത്തെ ലെയറിലേക്ക് തന്നെ നോക്കും. ഈ കാണുന്ന ഭാഗം അതായിരിക്കും ഇവിടുത്തെ ഈ ലെയർ. കണ്ടോ? ഹെഡർ, ക്യൂം ക്ലോസർ, സ്ട്രക്ചർ, ഹെഡർ. ഓക്കെ അല്ലേ? ഇനി അടുത്തത് ഇതിന്റെ 1.5 ബ്രിക്ക് തിക്ക് വാൾ. 1.5 2 വരെ പഠിക്കണം നിങ്ങൾ. ഹെഡർ ഫ്ലെമിഷും ഇംഗ്ലീഷും. അപ്പൊ നമ്മൾ ഇതിന്റെ ആദ്യത്തെ ലെയർ വരയ്ക്കാൻ പോയി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ആദ്യം സ്ട്രക്ചർ വെച്ചു. 1.5 ആകുമ്പോഴത്തേക്ക് ഏതാണ് നമുക്ക് 30 സെന്റിമീറ്റർ കിട്ടണം. അപ്പൊ ഇവിടെ നമുക്ക് 10 സെന്റിമീറ്റർ ആയിട്ടുണ്ട് അല്ലെ? അപ്പൊ ജസ്റ്റ് ഒന്ന് കാണിക്കാം. നമ്മൾ അടുത്ത ക്യൂം ക്ലോസർ വെച്ചു, സ്ട്രക്ചർ വെച്ചു, ഹെഡർ വെച്ചു. അപ്പൊ നമ്മളിപ്പം ഞാൻ ഈ വരയ്ക്കുന്ന ബ്രിക്കുകൾ മാത്രമേ നമ്മൾ ആദ്യം വരയ്ക്കുന്നുള്ളൂ. ഓക്കെ, ഇത്രയും നമ്മൾ വരച്ചു ഈ ഫ്രണ്ടിൽ നിന്ന് നോക്കി തന്നെ. ഇനി നമ്മൾ നോക്കിക്കേ, ഇവിടെ ഹെഡർ കിട്ടി. ഹെഡർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിപ്പം ഇവിടം വരെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് 20 സെന്റിമീറ്റർ കിട്ടി. 20 സെന്റിമീറ്റർ ആയി, പിന്നെ 10 സെന്റിമീറ്റർ ആയി പറ്റും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിന്റെ ഇവിടെ നിന്ന് നമ്മൾ ഇങ്ങോട്ടേക്ക് ഒരു ബ്രിക്ക് വെച്ചു. അപ്പൊ ഇവിടെ തിക്നെസ് എത്രയായി? 30 ആയി. ഓക്കെ, ഇനി ഒന്ന് നോക്കിയേ, ഇവിടെ നമുക്ക് 10 ആയി, പിന്നെ 20 കൂടെ വേണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? അവിടെ വെർട്ടിക്കലായിട്ട് മേലേക്ക് ഒരെണ്ണം വെച്ചു. ഈ ഭാഗത്ത് നമ്മളൊരു ഹാഫ് ബാറ്റ് ഉപയോഗിക്കും. ഓക്കെ, ഇനി അടുത്തത് ഇങ്ങനെ ഒരെണ്ണം വെച്ചു, മേലേക്ക് ഒരെണ്ണം വെച്ചു, ഇങ്ങോട്ടൊരെണ്ണം വെച്ചു, താഴേക്ക് ഒരെണ്ണം വെച്ചു, നടുക്കൊരു ഹാഫ് ബാറ്റ്. ഓർക്കാൻ പറ്റൂലേ? ഒരു സ്ട്രക്ചർ വെച്ചു, ഹെഡർ മേലേക്ക് വെച്ചു, ഇവിടെ നിന്ന് ഇങ്ങനെ വെച്ചു, താഴേക്കും വെച്ചു. ഈ രീതിയിൽ ഒരു സൈക്കിൾ പോലെ അതിങ്ങനെ വന്നുകൊണ്ടിരിക്കും. 1.5 ബ്രിക്ക് തിക്ക് വാളിന്റെ ഇംഗ്ലീഷ് അല്ല ഫ്ലെമിഷ് ബോണ്ട്. കണ്ടല്ലോ? വരയ്ക്കാൻ പറ്റും. പ്രാക്ടീസ് ചെയ്യുന്നു തന്നെ ഇരുന്ന് പഠിക്കുക. അടുത്തത് ഇതിന്റെ തന്നെ നേരെ കോപ്പി തന്നെ, അതായത് ജസ്റ്റ് നോക്കുക, ഈ വരച്ചേക്കുന്നതാണ് നമ്മൾ ഈ കാണുന്നത്. ഇനി അടുത്തതെന്ന് വരച്ചേ, ആദ്യം സ്ട്രക്ചർ, പിന്നെ ഹെഡർ, സ്ട്രക്ചർ, ഹെഡർ. അപ്പൊ നമ്മൾ ആദ്യത്തെ ഇത്രയും ഭാഗത്ത് അങ്ങനെ തന്നെ വെക്കുക. എന്ത് ചെയ്യുന്നു? ഇവിടെ നമ്മൾ സ്ട്രക്ചർ വെച്ചു, ഹെഡർ മേലേക്ക് പോയി, സ്ട്രക്ചർ ഇങ്ങോട്ട് വെച്ചു, സ്ട്രക്ചർ താഴേക്ക് വെച്ചു, അതേപോലെ പിന്നെ നടുക്കൊരു ഹാഫ് ബാറ്റ്. ഈ രീതി വന്നില്ലേ? ഇനി ഈ ഭാഗത്ത് എന്ത് ചെയ്യണം? നമ്മൾ ഇവിടെ ഒരു 3/4 ബാറ്റ് ഉപയോഗിക്കാം. ഈ കാണുന്ന ഒരു 3/4 ബാറ്റ് ആണ്. അപ്പൊ നമുക്ക് എന്താണ് ഇത്രയും ഭാഗം ഇനി കംപ്ലീറ്റ് ആവാനുള്ള ഒരു കൺഫ്യൂഷൻ പോലെ വരുള്ളൂ. ഇവിടെയും അതേപോലെ തന്നെ ഇത്രയും ഭാഗം കണ്ടില്ലേ? ബാക്കി ഈ പറഞ്ഞ ആ ഒരു സൈക്കിൾ ആയിരിക്കും. അങ്ങനെ നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പം ഇതൊന്ന് നോക്കുക, നിങ്ങൾ എല്ലാവരും നോക്കിക്കേ. ഇത് ഡബിൾ ഫ്ലെമിഷ് ബോണ്ട് ആണോ സിംഗിൾ ഫ്ലെമിഷ് ബോണ്ട് ആണോ? ഈ കാണുന്നത് ഡബിൾ ഫ്ലെമിഷ് ബോണ്ട് ആണോ സിംഗിൾ ഫ്ലെമിഷ് ബോണ്ട് ആണോ? അതൊന്ന് പറയാ വേഗം.
എല്ലാരും പറഞ്ഞേ, മനസ്സിലായെങ്കിൽ പറഞ്ഞേ എന്താണ് ഡബിൾ സിംഗിൾ എന്നൊക്കെ മനസ്സിലായതല്ലേ? ഹലോ, കേൾക്കുന്നില്ലേ? ഇത് ഡബിൾ ഫ്ലെമിഷ് ബോണ്ട് ആണോ സിംഗിൾ ഫ്ലെമിഷ് ബോണ്ട് ആണോ? ഡബിൾ, ഡബിൾ, സിംഗിൾ. ഓക്കെ, ഡബിൾ ഡബിൾ. ഓക്കെ, തെറ്റിച്ചൊന്ന് ശ്രദ്ധിച്ചേ. ഡബിൾ ഫ്ലെമിഷ് ബോണ്ട് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ പുറത്തുനിന്ന് നോക്കിയാലും ഉള്ളിൽ നിന്ന് നോക്കിയാലും ഫ്ലെമിഷ് തന്നെ വേണം അല്ലെ? ഇവിടെ നിന്ന് നോക്കി നമ്മൾ ഉള്ളിൽ നിന്ന് നോക്കുവാണെങ്കിൽ ഒരു സ്ട്രക്ചർ, ഒരു ഹെഡ്, ഇത്രയും ഭാഗത്ത് അങ്ങനെ തന്നെ വെക്കുക. എന്ത് ചെയ്യുന്നു? ഇവിടെ നമ്മൾ സ്ട്രക്ചർ വെച്ചു, ഹെഡർ മേലേക്ക് പോയി, സ്ട്രക്ചർ ഇങ്ങോട്ട് വെച്ചു, സ്ട്രക്ചർ താഴേക്ക് വെച്ചു. അതേപോലെ പിന്നെ നടുക്കൊരു ഹാഫ് ബാറ്റ്. ഈ രീതി വന്നില്ലേ? ഇനി ഈ ഭാഗത്ത് എന്ത് ചെയ്യണം? നമ്മൾ ഇവിടെ ഒരു 3/4 ബാറ്റ് ഉപയോഗിക്കാം. ഈ കാണുന്ന ഒരു 3/4 ബാറ്റ് ആണ്. അപ്പൊ നമുക്ക് എന്താണ് ഇത്രയും ഭാഗം ഇനി കംപ്ലീറ്റ് ആവാനുള്ള ഒരു കൺഫ്യൂഷൻ പോലെ വരുള്ളൂ. ഇവിടെയും അതേപോലെ തന്നെ ഇത്രയും ഭാഗം കണ്ടില്ലേ? ബാക്കി ഈ പറഞ്ഞ ആ ഒരു സൈക്കിൾ ആയിരിക്കും. അങ്ങനെ നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പം ഇതൊന്ന് നോക്കുക, നിങ്ങൾ എല്ലാവരും നോക്കിയേ. ഇത് ഡബിൾ ഫ്ലെമിഷ് ബോണ്ട് ആണോ സിംഗിൾ ഫ്ലെമിഷ് ബോണ്ട് ആണോ? ഈ കാണുന്നത് ഡബിൾ ഫ്ലെമിഷ് ബോണ്ട് ആണോ സിംഗിൾ ഫ്ലെമിഷ് ബോണ്ട് ആണോ? അതൊന്ന് പറയാ വേഗം. എല്ലാരും പറഞ്ഞേ, മനസ്സിലായെങ്കിൽ പറഞ്ഞേ എന്താണ് ഡബിൾ സിംഗിൾ എന്നൊക്കെ മനസ്സിലായതല്ലേ? ഹലോ, കേൾക്കുന്നില്ലേ? ഇത് ഡബിൾ ഫ്ലെമിഷ് ബോണ്ട് ആണോ സിംഗിൾ ഫ്ലെമിഷ് ബോണ്ട് ആണോ? ഡബിൾ, ഡബിൾ, സിംഗിൾ. ഓക്കെ, ഡബിൾ ഡബിൾ. ഓക്കെ, തെറ്റിച്ചൊന്ന് ശ്രദ്ധിച്ചേ. ഡബിൾ ഫ്ലെമിഷ് ബോണ്ട് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ പുറത്തുനിന്ന് നോക്കിയാലും ഉള്ളിൽ നിന്ന് നോക്കിയാലും ഫ്ലെമിഷ് തന്നെ വേണം അല്ലെ? ഇവിടെ നിന്ന് നോക്കി നമ്മൾ ഉള്ളിൽ നിന്ന് നോക്കുവാണെങ്കിൽ ഒരു സ്ട്രക്ചർ, ഒരു ഹെഡ്